ഏവർക്കും നമസ്കാരം. സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഒരുമയുടെയും ആഘോഷമായ പൊന്നോണം വന്നെത്തി. നമ്മുടെ ഈ ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പൂക്കളത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മാവേലിയുടെ ഓർമ്മകളും നിറഞ്ഞ ഈ മനോഹരമായ ദിവസം ഒരുമിച്ച് നമുക്ക് ആഘോഷിക്കാം. അപ്പൊ പരിപാടി തുടങ്ങല്ലേ? Are you ready? ബാക്കിലെ പാരന്റ്സ് ഒക്കെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരൂ. ഇത് കളറാവും. നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഓ, എന്നെ കൊണ്ടൊന്നും പറയണ്ട. തുമ്പി പിങ്ക് ഡ്രസ് അല്ലേ പറഞ്ഞേ? ഇപ്പോൾ ഇട്ടേക്കെന്ന് നോക്ക്. എന്ത് ഭംഗിയാടാ തുമ്പിയെ കാണാൻ ഇന്ന്. ആ ഡ്രസ്സിന് എന്താ കുഴപ്പം? പിന്നെ ഞാൻ എന്തിനാ പിങ്ക് ഡ്രസ് ഇട്ടേക്കുന്നേ? എന്തൊക്കെ വിചാരിച്ചതായിരുന്നു ഞാൻ. നിന്റെ പെങ്ങളെന്നല്ലേ പറഞ്ഞേ അവള് പിങ്ക് ഡ്രസ് ആയിടുന്നേനെ. അപ്പൊ അവള് നിനക്കിട്ടൊരു പണി തന്നതാ. അവക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്ലാക്ക് ഷർട്ട് ഇനി എടുക്കാൻ നിന്നിരുന്നേ. തുമ്പി പിങ്കാന്നറിഞ്ഞപ്പോ പിന്നെ പിങ്കിലോട്ടായി. നന്നായിപ്പോയി. ആ ബ്ലാക്ക് ഇട്ടിരുന്നെങ്കിൽ ഇതിനേക്കാളും പൊളിക്കായിരുന്നു. തുമ്പി ആവണീച്ചെന്തേ? ചേച്ചി കുറച്ച് കഴിഞ്ഞാ വരും. ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാ ഇത് കളറാവും. നമുക്ക് ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കാം. പിന്നല്ല. തുമ്പി അങ്ങോട്ട് നോക്ക്, ആരാ വരുന്നേ? അവളെ നന്ദുവിന്റെ അടുത്തേക്കാണല്ലോ പോകുന്നേ. ഹായ് നന്ദു. ഹായ്. എന്താ ഓണക്കായിട്ട് ഒരു എനർജി കുറവ്? അതെ, അവന്റെ ഡ്രസ്സിന്റെയാ. ഡ്രസ്സിനെന്താ കുഴപ്പം? ഞാനിപ്പോഴേ ശ്രദ്ധിച്ചേ, നമ്മൾ പിങ്കാണല്ലേ. എന്നാലും നന്ദു, നീ എങ്ങനെ അറിഞ്ഞു ഞാൻ പിങ്ക ഇടുന്നേനെ? അതാണ് നമ്മുടെ നന്ദു, ഒന്നും തെറ്റിക്കത്തില്ല. ഒന്ന് പോസ്മാനെ. അല്ല, പരിപാടി തുടങ്ങിയിട്ട് കുറെ ടൈമായോ? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതേതായാലും നന്നായി. എന്നാ ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടെ. രണ്ടാക്കോ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? എന്റെ ഈശ്വര, ഓരോന്ന് തലേ വന്ന് വീയാണല്ലോ. ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ? അവള് പിങ്ക ഇട്ടേക്കുന്നേ. ദേ ഉസ്മാനെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ദേവു നോക്ക്, ഇന്നും അവര് മാച്ചിങ് ഡ്രസ്സാ. എന്നാലും ഇതൊക്കെ എങ്ങനെ? എന്തേലും ആവട്ടെ. ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് മനോഹരമായ പൂക്കളത്തോടെയാണ്. നിറമുള്ള പൂക്കൾ കൊണ്ട് മനോഹരമായ പൂക്കളം ഒരുക്കാൻ നമ്മുടെ ടീമുകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും അവർക്കൊരു ക്ലാപ്പ് കൊടുത്തേ. പൂക്കളം ഒരുക്കി ഓണസദ്യ കഴിച്ച് നമ്മൾ ഓരോ പരിപാടിയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ പ്രത്യേകം പറയാം, പാരന്റ്സ് ഒന്നും മുങ്ങിക്കളയരുത്. പാരന്റ്സിനുള്ള ഗെയിംസ് ഉണ്ട് കേട്ടോ. അല്ല, അവനിത് എങ്ങോട്ടാ പോകുന്നേ? നീ കണ്ടോ? അവൻ ഈ ഓണത്തിന് 2 തല്ല് വാങ്ങിക്കും. ദേവു പൂ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. അവള് മുങ്ങിയതായിരിക്കും. കുറെ ടൈം ആയില്ലേ പോയിട്ട്. ഹായ് തുമ്പി. ഹായ്. നൈസ് ഡ്രസ്. താങ്ക് യു. ഡാളിയ, അവൻ അവിടെ കിടന്ന് ചമ്മുന്നുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പടകളെത്തിയല്ലോ. ഗൗരി, നീ വിശന്നിട്ട് പൂവും തിന്നുന്നുണ്ടോ? അതെ, ഇത് മൊത്തം എനിക്ക് തിന്നാൻ കൊണ്ട് വെച്ചല്ലേ. കുറച്ചുകൂടെ ബാക്കിയുണ്ട്. വാ, നിനക്കും തരാം. നിനക്കുള്ളത് കിട്ടില്ലേ? രസം. അല്ല, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നേ? ഈ പൂക്കളെ ഇടാനൊക്കെ ഒന്ന് സഹായിച്ചു നോക്കി. അത്തരം സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടല്ല. അതെ, വായിനോട്ടം മാത്രം ഇഷ്ടമുള്ള ഒരു ടീംസ് ആണ് നിങ്ങളുടെ. പിന്നെ വായി നോക്കാൻ പറ്റിയൊരു സാധനം. പൊട്ടാ, ഇവിടെ അങ്ങനെ നോക്കിക്കാതെ വാ. പോയി. അല്ല, നിങ്ങളുടെ ഇനിയും കഴിഞ്ഞില്ലേ? ഞങ്ങളിത് തിന്നല്ല. ഈ എടേനി ഞാൻ പൂ എടുക്കാൻ പോയല്ലേ? ഇത്രയും ടൈമോ? അല്ലടി, കുറച്ച് പൂക്കൾ തികയൂലെന്ന് തോന്നിയപ്പോ വീട്ടിൽ പോയി പറിച്ചു. ആവണിയേച്ചി എത്തിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചിരുന്നേ. നിങ്ങളിവിടെ സംസാരിച്ചിരിക്കുകയാണോ? ഇങ്ങനെ പോയാ ഓണം കഴിയും. എന്നാലും നിങ്ങളെ പൂക്കളിടയിൽ കഴിയൂല. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ജോലിയൊന്നല്ലല്ലോ, എല്ലാവർക്കും സഹായിക്കാം. ഒന്നും ചെയ്യത്തില്ല എന്ന് ചെയ്യുന്നവരെ ചെയ്യാനും സമ്മതിക്കില്ല. നിങ്ങളെ പോലെയാണോ ഞാൻ? എന്താ, നിനക്ക് കൊമ്പുണ്ടോ? എന്റെ ഡ്രസ്സിലൊക്കെ അയക്കാവത്തില്ലേ? അപ്പൊ ഞങ്ങളുടോ? നിങ്ങളുടെ അയക്കായാലും എന്താ? അതുപോലെയാണോ എന്റെ? 10,000 റുപ്പീസിന്റെ മുതലാ. കണ്ടാലും പറയും. നീ എന്തിനാ അവളോട് സംസാരിച്ചിരുന്ന ടൈം വേസ്റ്റ് ചെയ്യുന്നേ? ഹായ് നന്ദു. ഹായ് നിന്റെ. പോയി. ഓണായാലും ഇവളെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. അവൾ ഫുൾ ടൈം നന്ദുന്റെ കൂടെയാണല്ലോ. എന്ത് തുമ്പി? ഒന്നുമില്ല. എത്ര ടൈമായി പാറത്ത് നീ ഇങ്ങനെ ആടുന്നേ? ഇനി ഒന്ന് എനിക്ക് ഞാൻ വന്നിരിക്കട്ടെ. 5 മിനിറ്റോടെ എന്റെ പാറു. ഇനി അവളൊന്ന് ഇരുന്നോട്ടെ. നീ ഇരുന്നോ, എന്നിട്ട് നമുക്ക് പൂക്കളം റെഡിയായെന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ പൂക്കളം റെഡിയായി. ഇത്രയും മനോഹരമായ പൂക്കളം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരുക്കിയതാണല്ലേ. ഓരോ പൂവും ഓരോ നിറവും ചേർന്നപ്പോ നമ്മുടെ പൂക്കളം കൂടുതൽ ഭംഗിയായി. ഈ പൂക്കളം പോലെ തന്നെ നമ്മുടെ മനസ്സിലും സന്തോഷവും സ്നേഹവും നിറയട്ടെ. പിന്നെ ഈ പൂക്കളം ഇടാന് തുടക്കം മുതൽ അവസാനം വരെ നല്ലോണം പണിയെടുത്തിട്ടുള്ള 3 കുട്ടികളുണ്ട്. തുമ്പി, ദേവു, ഗൗരി. അവർക്ക് വേണ്ടി എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടു. നോക്കി നിന്ന് നല്ലോണം ഹെൽപ്പ് ചെയ്തിന്. പൂക്കൾ അത്ര പോരാ. എന്നാ നിനക്ക് ഇട്ടിടായിരുന്നോ? എന്റെ ഡ്രസ്സിലൊക്കെ അയക്കാവത്തില്ലേ? അല്ലെങ്കിൽ നീ ഇടുവായിരുന്നില്ലേ? പിന്നല്ല, ഇതിനേക്കാൾ പൊള്ളിയായിട്ടാണ്. ഈ പൂക്കളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓണാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലേ ഓണസദ്യ. വാഴയിലയിൽ വിളമ്പുന്ന വിവിധ തരം
കറികളും കൂട്ടുകറികളും പപ്പടവും പഴവും അച്ചാറും പായസവും ചേർന്നാണ് ഓണസദ്യ. ഓണസദ്യയുടെ പ്രത്യേകത പല വിഭവങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കുന്നതിലാണ്. എന്നാ പിന്നെ എന്തിനാ ഇനി കാത്തു നിൽക്കുന്നേ? സദ്യ കഴിക്കാം. ഈ കൊസ്മാന്റെ ആക്രാന്തം. യെസ്, ഇനി ഓണസദ്യ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്ര ഐറ്റംസ് ഇല്ലേ? ഒരു ചിക്കനോടെ ആവായിരുന്നു. സദ്യക്ക് ചിക്കനോ? ഈ കറികളെ പേരൊക്കെ അറിയാം നിനക്ക്? കുറച്ചൊക്കെ അറിയാം. എന്നാ നീ ഒന്ന് പറ. പഴം. പഴം ആർക്കും അറിയാത്തേ? നിക്ക് ഞാൻ പറയട്ടെ. പഴം, പപ്പടം, അച്ചാറ്, ശർക്കര വരട്ടി, അവിയല്, തോരന്, ഓലൻ, കാളൻ, പുളിശ്ശേരി, എരിശ്ശേരി, കൂട്ടുകറി, ഇഞ്ചിക്കറി, പച്ചടി, കിച്ചടി. ഇവ നിനക്കൊക്കെ അറിയാലോ. ഇനിയുണ്ട് സാമ്പാറ്, മോരുകറി, രസം, പായസം. ഓ, ഈ ടാസ്കിൽ നീ വിജയിച്ചിരിക്കുന്നു. നമുക്ക് വേഗം കഴിക്കാം. ഇത് കഴിഞ്ഞാ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യും. എന്തൊക്കെ ഗെയിംസ് അല്ലേ? കൊറേ ഉണ്ട്. സുന്ദരിക്ക് പൊട്ട് തൊടല്, വടംവലി, കസാരക്കളി. അല്ല, മിഠായി പൊറുക്കലുണ്ടോ? മിഠായി പേക്കിൽ അവിടെ ഉണ്ട്, കണ്ടു ഞാന്. അത് മാത്രല്ല, നിറയെ ഗിഫ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേഗം കഴിക്കാം. അല്ല, അവനെടെ? അവൻ ആ ഭാഗത്താ സീറ്റ് കിട്ടിയേ. പക്ഷേ നമുക്കും അവിടെ ഇരുന്നാ ദീനി. എന്താ ഇവിടെ കുഴപ്പം? അല്ല, അവിടെ ആകുമ്പോ തുമ്പിനും കാണല്ലോ. അങ്ങനെ ഇത്തവണത്തെ ഓണം കളറായില്ലേ? കഴിഞ്ഞ തവണ ഞങ്ങൾ അമ്മയുടെ വീട്ടിലല്ലായിരുന്നോ? ഇത്തവണ നമുക്ക് എല്ലാവർക്കും ഓണം ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിഞ്ഞല്ലോ. അതന്നെ. അല്ല, നീ അമ്മയുടെ പോകണ്ടെന്ന്? ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ പോവാ മതി. അല്ലെങ്കിൽ നാളെ ആയിരിക്കും. അല്ല, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകണ്ടോ? അറിയൂല. ആന്റി ഇന്നും ഇന്നലെയൊക്കെ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞ്. ചിലപ്പോ ഒന്ന് അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരാതി. ദേവു, നീയോ? അമ്മന്റെ പോകണ്ടോ അറിയൂല. പോവാണെങ്കിലും രാത്രി ആയിരിക്കും ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. ആ കൊസ്മാൻ ഞാനുണ്ടല്ലോ, എന്റെ ഡ്രസ്സിലൊക്കെ സാമ്പാറായി. എന്ത് പറ്റി ജോലി? കണ്ടില്ലേ, എന്റെ ഡ്രസ്സിൽ കറി അയച്ചവന്. ആരാ ഈ നല്ല പ്രവൃത്തി ചെയ്തേ? വാട്ട്? അവക്ക് തെറ്റിപ്പോയതാ. അല്ല, ഈ മഹാപാവ ആരാ ചെയ്തേ? വേറെ ആര്? ആ കൊസ്മാന്. അവനോട് ഇപ്പോഴേ ഒരു ഉപകാരം ഉണ്ടായേ. എന്ത്? 10,000 രൂപീസിന്റെ ഡ്രസ്സാ? പറഞ്ഞിട്ടെന്താ, ഇപ്പൊ അതിനൊരു വിലയും ഇല്ല. ആ കറ ഇനി പോവില്ലല്ലോ. എനിക്കറിയാം, നിങ്ങളൊക്കെ കണ്ണു പറ്റിയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾക്കല്ല പണി. അല്ല, ഇതിന് മാത്രം കണ്ണു പറ്റാ എന്താ ഈ ഡ്രസ്സിലുള്ള? എന്തായാലും നിങ്ങൾ മൂന്നാളെ ഡ്രസ്സിനേക്കാൾ ബെറ്ററാ. അങ്ങനെ സ്വയം അങ്ങ് ആശ്വസിച്ചാളാ. നിങ്ങളോട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ആരപ്പോ സംസാരിക്കാൻ വന്നേ? ഞങ്ങളല്ലല്ലോ, നീയല്ലേ? പോയി പിശാശി, വല്ലാത്തൊരു സാധനം തന്നെ. വാ, പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായി. നമുക്ക് അങ്ങോട്ട് പോവാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഹാപ്പി ഓണം! ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു പൊന്നോണം എല്ലാവർക്കും ആശംസിക്കുന്നു.